നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. താനൂരിലെ ജനങ്ങൾക്ക് ഏതു പ്രശ്നവും പറയാനും പരിഹാരം തേടാനുമുള്ള ജനകീയ നേതാവായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി. നാട്ടുകാർ കുഞ്ഞാക്ക എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് 80കളിലാണ്. മുസ്ലിം ലീഗ് മുൻ ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദ് 1982-87 വർഷങ്ങളിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റായിരുന്നു. പിന്നീട് 2 തവണ താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായി. സംസ്ഥാന നേതാവും മന്ത്രിയുമൊക്കെയായപ്പോഴും നാടുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചു. താനൂരിലെ ജനങ്ങൾക്ക് ഏത് പ്രശ്നവും പറയാനും പരിഹാരം തേടാനുമുള്ള ജനകീയ നേതാവായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി. നാട്ടുകാർ കുഞ്ഞാക്ക എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് 80കളിലാണ്. മുസ്ലിം ലീഗ് മുൻ ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദ് 1982-87 വർഷങ്ങളിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റായിരുന്നു. പിന്നീട് 2 തവണ താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായി. സംസ്ഥാന നേതാവും മന്ത്രിയുമൊക്കെയായപ്പോഴും നാടുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചു. പിതാവ് കുട്ടിയാലിക്കടവത്ത് സെയ്താലിക്കുട്ടി മാസ്റ്ററുടെ പാരമ്പര്യം തുടർന്ന് തീരദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങി. മത്സ്യത്തൊഴിലാളികളും സാമൂഹികമായി ഏറെ പിന്നിൽ നിൽക്കുന്നവരുമായവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റം സ്വപ്നമായി ഏറ്റെടുത്തു. അതിന് ഗതിവേഗം പകരാൻ പിതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച താനൂർ രായിരിമംഗലം SMM ഹയർ സെക്കൻഡറി സ്കൂളിനും താനൂർ മൂലക്കലിലെ SMUP സ്കൂളിനും വലിയൊരളവിൽ സാധിച്ചു. ഓലപ്പീടിക റെയിൽവേ ഗേറ്റും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും താനൂർ സാംസ്കാരിക സമുച്ചയവുമെല്ലാം യാഥാർത്ഥ്യമായത് അദ്ദേഹം ഭരണസാരഥ്യം വഹിക്കുന്ന ഘട്ടത്തിലായിരുന്നു. എളമരം കടപ്പുറത്തെ വീട് പ്രശ്നപരിഹാര കേന്ദ്രമായിരുന്നു. പിന്നീട് താനൂർ ബീച്ച് റോഡിലെ കൂനൻ പാലത്തിന് സമീപത്തേക്ക് അദ്ദേഹം താമസം മാറ്റി. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് പിന്നാലെ താനൂരിലുണ്ടായ വർഗീയാസ്വാസ്ഥ്യം പടരാതിരിക്കാനും സമാധാനം നിലനിർത്താനുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. വായനയും പഠനവും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ ഗ്രന്ഥശേഖരം പരന്ന വായനയുടെ സാക്ഷ്യമായിരുന്നു. TVN ന്യൂസ് താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.